പുതുവത്സര സന്ദേശം. ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാളിയാണ് പണം. കടബാധ്യതകൾ, ജപ്തി തുടങ്ങി മനുഷ്യന്റെ വേദനകൾക്ക് കാരണമാകുന്ന പല അനർത്ഥങ്ങളും ജീവിതത്തിലേക്ക് വരാതെ ഡിഫെൻഡ് ചെയ്യുന്ന, തടുക്കുന്ന കാവൽക്കാരനാണ് പണം. രോഗങ്ങൾ, അവനവന്റെ ഭാഗത്ത് ന്യായമുള്ള കേസുകൾ തുടങ്ങി പല ജീവിത യുദ്ധങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാളിയാണ് പണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ ജീവിത ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന ഒന്നാം നമ്പർ സുഹൃത്താണ് പണം. ഈ പുതുവത്സരം യഥാർത്ഥ ജീവിത വിജയത്തിന് ആവശ്യമായ 2 പ്രായോഗികമായ കാര്യങ്ങൾ അക്കമിട്ട് ചിന്തിക്കാം. ആർക്കും ഈസിയായി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, എന്നാൽ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന മേനി പറച്ചിലുകൾക്കപ്പുറമുള്ള ജീവിത സത്യങ്ങൾ. ഒന്നാമത്തെ ചിന്താ വിഷയം, യഥാർത്ഥ ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം കൂടിയാണ്. ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ, അവനവനോടും അവനവന്റെ ഉറ്റവരോടും മനസാക്ഷിയും ഉത്തരവാദിത്വവുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്നാൽ സാമ്പത്തിക വിജയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ, മറ്റെന്തെല്ലാം നേടിയിട്ടും കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഔദ്യോഗിക, സംഘടനാ, സാമൂഹിക മേഖലകളിൽ എവിടെയും എന്തെല്ലാം സ്ഥാനമാനങ്ങളും ഉയർച്ചകളും നേടിയിട്ടും അവനവന്റെയും അവനവന്റെ ഉറ്റവരുടെയും ആവശ്യങ്ങളും ന്യായമായ ആഗ്രഹങ്ങളും നടപ്പാക്കാനുള്ള പണം കൂടെ കൈവശമില്ല എങ്കിൽ ആ ജീവിതം വിജയകരമല്ല. ദുരിതം തന്നെയായിരിക്കും, കടബാധ്യതകൾ എന്ന തീക്കുണ്ടത്തിലായിരിക്കും ജീവിതം. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഔദ്യോഗിക, സംഘടനാ, സാമൂഹിക തലങ്ങളിൽ എവിടെയും ഒന്നും ഒരിക്കലും നേടിയില്ല എങ്കിലും അവനവന്റെയും അവനവന്റെ ഉറ്റവരുടെയും ആവശ്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ നടപ്പാക്കാൻ ആവശ്യമായ മതിയായ പണം കൈവശമുണ്ടെങ്കിൽ അതൊരു വിജയകരമായ ജീവിതം തന്നെയാണ്. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, കുറെ പണം നേടിയിട്ട് എന്താ കാര്യം, മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ, ഒരു രോഗം വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ. അറിവില്ലായ്മയിൽ നിന്ന് ഉയർന്ന തീർത്തും തെറ്റായ ചിന്തകളാണവ. മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല, പക്ഷേ മരിക്കുന്നത് വരെ പണമുണ്ടാക്കിയ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ, പരാന്നഭോജിയായി ജീവിക്കാതെ, മരിക്കുന്നത് വരെ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ പണം ഉണ്ടായേ മതിയാകൂ എന്നതാണ് ശരിയായ ചിന്ത. പിന്നെ വേറൊരു കാര്യം, മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് സമ്പാദിക്കേണ്ട എന്ന് പറയുന്നത് ഒരുതരം മനസാക്ഷി ഇല്ലായ്മയാണ്, അടഞ്ഞ സ്വാർത്ഥതയാണ്. ജീവിച്ചിരിക്കുന്ന ഉറ്റവർക്ക് കൊടുത്തിട്ട് പോകാമല്ലോ എന്നതല്ലേ ശരിയായ നന്മയുള്ള ചിന്ത. അതുപോലെ രോഗം വന്നാലും നല്ല ചികിത്സയ്ക്കും പണം വേണമെന്നതാണ് ലളിതമായ സത്യമായ ചിന്ത. അവനവനോടും അവനവന്റെ ഉറ്റവരോടും നന്മയുള്ള മനുഷ്യന്, മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം സമ്പാദിക്കണമെന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റായ പണം എങ്ങനെ സമ്പാദിക്കാൻ കഴിയുമെന്ന പലരുടെയും വലിയ ചോദ്യത്തിന്റെ ഉത്തരം ആരംഭിക്കുന്നത്. പണം സമ്പാദിക്കണമെന്ന ചിന്ത മറ്റെല്ലാ ചിന്തകൾക്കും മുകളിലായി സ്ഥാനം പിടിക്കുമ്പോഴാണ് ഒരാളുടെ ബ്രെയിൻ പണം നേടാനായി വർക്ക് ചെയ്യുന്നത്. അതെ, ബ്രെയിൻ പണം നേടാനായി വർക്ക് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം പണം നേടുന്നത്, അല്ലെങ്കിൽ പണം നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഹാർട്ടോ, ലിവറോ, പാൻക്രിയാസോ അല്ല, ബ്രെയിൻ ആണ്. മണി മേക്കിംഗ്, ധനസമ്പാദനം ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്, ഒരു മൈൻഡ് ഗെയിമാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു ശാരീരിക ഗെയിം അല്ല. ഒറ്റ വാചകത്തിൽ ചിന്തിച്ചാൽ, പരിശോധിച്ചാൽ, ഏത് മേഖലകളിലും കഠിനാധ്വാനികളായ ബുദ്ധിശാലികളായ മനുഷ്യർ പോലും ആയുഷ്കാലം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നത് ലോകത്ത് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഏത് മേഖലകളിലും കഠിനാധ്വാനികളല്ലാത്ത ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ ആയുഷ്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതും ലോകത്ത് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിത വിജയ നിയമ യാഥാർത്ഥ്യം എന്തെന്നാൽ, മേഖലയോ കഠിനാധ്വാനമോ ബുദ്ധിയോ ഒന്നുമല്ല ഒരുവനിലേക്ക് പണം വരുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത്. മൈൻഡിൽ പണം സമ്പാദിക്കണമെന്ന ചിന്ത രൂഢമൂലമാണെങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം ഇവിടെയാണ്. ജോലി ചെയ്യുന്നതിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ടായിരിക്കും, പണം എന്ന ലക്ഷ്യം മറക്കുന്നു. ഉദാഹരണം, അധ്യാപകരാണെങ്കിൽ, എല്ലാ മേഖലകളിലും ഒരു ഉദാഹരണം എടുത്താൽ, അധ്യാപകരാണെങ്കിൽ ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആത്മാർത്ഥത പഠിപ്പിക്കലിൽ മാത്രമാണ്, പണം എന്ന ചിന്തയെ മൈൻഡിൽ ഉണ്ടാകില്ല. അതായത് മാർഗബോധം മാത്രമേ ഉള്ളൂ, ലക്ഷ്യബോധം ഇല്ല. തീർച്ചയായും നമ്മുടെ കർമ്മരംഗങ്ങളിൽ പൂർണ്ണ ആത്മാർത്ഥത വേണം, അതോടൊപ്പം പണം നേടണമെന്ന ആത്മാർത്ഥമായ ചിന്ത കൂടി ഉണ്ടാകണം. അവനവനും അവനവന്റെ ഉറ്റവർക്കും വേണ്ടി നേടേണ്ടുന്ന ലക്ഷ്യം പണം ആണ് എന്ന ലക്ഷ്യബോധം മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് മൈൻഡ്, ബ്രെയിൻ പണം നേടാനുള്ള വഴികളിലേക്ക് തിരിയുക. ഒരു കാര്യം കൂടി ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഏത് മേഖലയിലാകട്ടെ, ഏത് മേഖലയിൽ ആയിരുന്നിരിക്കട്ടെ, അതേ മേഖലയിൽ നിങ്ങളെക്കാൾ അറിവും കഴിവും സാഹചര്യങ്ങളും കുറഞ്ഞവർ, നിങ്ങളെക്കാൾ പണം നേടിയവർ, ഇരട്ടിപ്പണം നേടിയവർ, 10 ഇരട്ടി പണം നേടിയവർ പോലും, നേടുന്നവർ പോലും ലോകത്തുണ്ട്. ശരിയല്ലേ? ചിന്തിക്കൂ. പ്രായമോ വിദ്യാഭ്യാസമോ സാഹചര്യമോ ഒന്നും തടസ്സമല്ല. പണം എന്ന ലക്ഷ്യം മനസ്സിൽ കൊടുക്കുക എന്നതാണ് ലളിതമെന്ന് തോന്നുമെങ്കിലും ശക്തമായ പരിഹാരം. നാം ബ്രെയിനിലേക്ക് നൽകുന്ന സീഡ് ആണ്, വിത്ത് ആണ്, സിഗ്നൽ ആണ് ജീവിതത്തിൽ സംഭവിക്കുക. രാവിലെ എണീറ്റ ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും
പണം സമ്പാദിക്കുക എന്നതും എൻ്റെ മുഖ്യ ലക്ഷ്യമാണ്. എൻ്റെയും എൻ്റെ ഉറ്റവരുടെയും ജീവിതത്തിന് വേണ്ടിയുള്ള നന്മയുള്ള ഈ ലക്ഷ്യം ഞാൻ പ്രാധാന്യത്തോടെ എൻ്റെ മനസ്സിലേക്ക് നൽകുന്നു എന്ന് നിത്യവും ആത്മാർത്ഥമായി മനസ്സിലേക്കൊന്ന് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ അനന്തമായ ശേഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിപ്പിക്കും. ഒന്നുകിൽ നിലവിലുള്ള മാർഗങ്ങളിൽ നിന്ന് തന്നെ സാമ്പത്തിക ഉയർച്ച ലഭിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ആവശ്യമായ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിച്ച് തിരിച്ചറിഞ്ഞു വെച്ചോളൂ. പണമില്ലാതെ നിന്നൊരുകുന്ന വേദനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പണമില്ലാതെ നിന്നൊരുകുന്ന വേദനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അതിസമ്പന്നരുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വേദന അനുഭവിക്കാതിരിക്കില്ല. അത് പ്രപഞ്ചം, പ്രകൃതി, ദൈവം നൽകുന്നൊരു അടയാളമാണ്. ഇനിയുണ്ടാകാതെ നോക്കൂ എന്ന്. പ്രായോഗികമല്ലാത്ത എല്ലാ തത്വശാസ്ത്രങ്ങളും ഒഴിവ് കഴിവുകളും ദുർവാശികളും മുൻവിധികളും മറ്റുള്ളവരുടെ പിൻവിളികളും എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ സാമ്പത്തിക വിജയം എന്ന യഥാർത്ഥ ജീവിത വിജയം നേടാൻ ആർക്കും കഴിയും, നിങ്ങൾക്കും കഴിയും. നിനച്ചാൽ പുലിയെ പിടിപ്പേൻ, ஆனால் ഉയിർ പോനാലും നിനയ്ക്ക മാട്ടേൻ എന്ന തമിഴ് പഴമൊഴി പോലെയാണ് പലരുടെയും മനോഭാവം. അതായത് വിചാരിച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും വിചാരിക്കില്ല. ഈ മനോഭാവം വെടിഞ്ഞ് സാമ്പത്തികം എന്നത് ലക്ഷ്യബോധമാക്കി മാറ്റിക്കൊണ്ട് പുതുവത്സരത്തെ സമീപിച്ചാൽ ഈ വർഷം നിങ്ങളുടേതായി മാറും. ഈ മനോഭാവം മാറ്റിവെച്ച് സാമ്പത്തികം എന്നത് ലക്ഷ്യബോധം ആക്കി മാറ്റിക്കൊണ്ട് പുതുവത്സരത്തെ സമീപിച്ചാൽ ഈ വർഷം നിങ്ങളുടേതായി മാറും. ധാർമ്മികമായി മാത്രം പണം സമ്പാദിക്കുന്ന ചിന്തയെ പാടുള്ളൂ, അല്ലാത്തതൊന്നും ചിന്തിക്കേണ്ടുന്ന ആവശ്യം പോലുമില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, പണം സമ്പാദിക്കാനായി കച്ചകെട്ടി ഇറങ്ങുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യന്റെ ധർമ്മമാണ്, കർത്തവ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, സാമ്പത്തിക വിജയം എന്ന ഏറ്റവും ഉദാത്തമായ വിജയം കൂടി ആശംസിച്ചുകൊണ്ട് ഏവർക്കും പുതുവത്സരാശംസകൾ. സ്നേഹത്തോടെ, പി എസ് തോമസ്.